ഹായ് ഫ്രണ്ട്സ്, പിന്നക്കൾ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് സ്ട്രക്ചറിലെ 4ാമത്തെ ലെക്ചറാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ 4ാമത്തെ ലെക്ചറാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. നമുക്കറിയാം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഹെഡ്സിന് കഴിഞ്ഞില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് ആരാണ്? നമ്മുടെ ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്കറിയാം, ലൈറ്റിനകത്ത് എനർജി ഇരിക്കുന്നത് എങ്ങനെയാണ്? പാക്കറ്റായിട്ടാണ്. അത് നമ്മൾ എന്താ വിളിക്കുന്നത്? ക്വാണ്ടം എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഫോട്ടോൺ. ഓക്കെ, അപ്പോൾ ഫോട്ടോൺ അല്ലെങ്കിൽ ആ ക്വാണ്ടം എന്ന് പറയുന്നത് ആ ഒരു പാക്കറ്റിലുള്ള എനർജിയാണ് എച്ച് ന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിനകത്തുള്ള എനർജി എന്തായിരിക്കും? എച്ച് ന്യൂ ആയിരിക്കും. ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ന്യൂ ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്തായിരിക്കും? എച്ച് ന്യൂ ആയിരിക്കും. ഇത് ക്വാണ്ടൈസ്ഡ് ആയിട്ടാണ് ഈ എനർജി എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഈ ഒരു പാക്കറ്റ് ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിന് അവകാശപ്പെട്ടതാണ്. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോൺ മാത്രമേ ഒരു ഫോട്ടോൺ എന്ത് ചെയ്യത്തുള്ളൂ? അബ്സോർവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിന് അവകാശപ്പെട്ടതാണ്. അത് വേറെ ആർക്കും പകുത്തൊന്നും കൊടുക്കത്തില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് കൂടുമെന്നറിയാവോ? നമ്പർ ഓഫ് ഫോട്ടോൺ കൂടും. നമ്പർ ഓഫ് ഫോട്ടോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് കൂടണം? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫോട്ടോണിൻ്റെ അല്ലെങ്കിൽ ആ പാക്കറ്റിൻ്റെ എന്ത് വലുതാവും? സൈസ് എന്താവും? വലുതാവും. അതായത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? സൈസ് എന്ത് ചെയ്യും? ആ ഫോട്ടോണിൻ്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിനാണ് അവകാശപ്പെട്ടത്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺ ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തത്, ഫ്രീക്വൻസി കൂടുമ്പോൾ എന്തും കൂടും? സൈസും കൂടും. ഓക്കെ, നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ ഒരു ലൈറ്റ് വന്ന് ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്നും എന്ത് ചെയ്യും? ഇലക്ട്രോൺ പുറത്തു പോകുന്ന ആ പ്രതിഭാസത്തെയാണ്, ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ചുമ്മാതെ ഏതെങ്കിലും ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ ഈ മെറ്റൽ സർഫസിൽ നിന്നും ആര് പുറത്തു പോകത്തില്ല? ഇലക്ട്രോൺ പുറത്തു പോകത്തില്ല. ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസിയാണ് എന്ത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകരുത്. ഇപ്പോൾ ഒരു 50 ഹെർട്സ് ഉള്ള അല്ലെങ്കിൽ ഒരു 2000 ഹെർട്സ് ഉള്ള ഒരു ഫ്രീക്വൻസി വന്ന് വീഴുന്നു. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല? പുറത്തു പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി 2001 ആക്കി, 2003 ആക്കി, 2004 ആക്കി, അങ്ങനെ കൂട്ടി ഒരു 10,000 ഹെർട്സിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഇലക്ട്രോൺ എന്ത് ചെയ്തു? പുറത്തു പോയെങ്കിൽ ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി പറയുമ്പോൾ എന്തായിരിക്കും? 10,000 ആയിരിക്കും. മിനിമം 10,000 ഹെർട്സ് എങ്കിലും വന്ന് വീണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യത്തുള്ളൂ? പുറത്തു പോകത്തുള്ളൂ. അപ്പോൾ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു ലൈറ്റിന് വേണ്ട മിനിമം ഫ്രീക്വൻസിയാണ്. എന്തിനു വേണ്ട മിനിമം ഫ്രീക്വൻസിയാണ്? ഒരു ഇലക്ട്രോണിനെ ആ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണത് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? μ0 എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അടുത്തൊരു ടേമാണ് വർക്ക് ഫംഗ്ഷൻ. ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കണോ? ഇതൊക്കെ ഒരു നോട്ട് എടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ എഴുതി വെക്കുക. എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന് വീഴുന്ന ഈ ലൈറ്റ്, നമുക്കറിയാം ഈ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഈ പാക്കറ്റായിട്ടാണ് എനർജി വന്ന് എങ്ങോട്ട് വീഴുന്നത്? നമ്മുടെ ഒരു മെറ്റൽ സർഫസിനകത്തോട്ട് വന്ന് വീഴുന്നത്. ഈ മെറ്റൽ സർഫസിനകത്തോട്ട് വന്ന് വീഴുന്ന ഈ ഫോട്ടോണിൻ്റെ എനർജി ഏതെങ്കിലും ഒരു ഫോട്ടോൺ വന്ന് വീണാൽ എന്ത് പുറത്തു വരത്തില്ല? ഇലക്ട്രോൺ പുറത്തു വരത്തില്ല. ഈ ഇലക്ട്രോൺ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ആ വന്ന് വീഴുന്ന ഫോട്ടോണിന് എന്ത് വേണം? ഒരു മിനിമം എനർജി വേണ്ടേ? ആ ഇലക്ട്രോണിനെ ആ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഒരു മിനിമം എനർജി എങ്കിലും എന്ത് വേണം? ആ വന്ന് വീഴുന്ന ഫോട്ടോൺ അല്ലെങ്കിൽ ആ റേഡിയേഷന് വേണം.
മനസ്സിലായോ? ആ മിനിമം എനർജീനെ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ മിനിമം എനർജിയാണ് എന്തെന്ന് പറയുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കതിനെ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. ഫൈ എന്താണ്? ഫൈ വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? മിനിമം എനർജി. ഓക്കെ, എങ്കിൽ നമുക്കറിയാം എനർജി ഇക്വേഷൻ എന്താണ്? എച്ച് ഇൻറ്റു ന്യൂ അല്ലേ? എച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് എച്ച്. ന്യൂ എന്താണ്? നമുക്കറിയാം മിനിമം ഫ്രീക്വൻസി എന്താണ്? ന്യൂ സീറോ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? എച്ച് ഇൻറ്റു ന്യൂ സീറോ. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? ന്യൂ സീറോ ആണെന്നിരിക്കട്ടെ. ഈ മെറ്റലിൻ്റെ എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. കാരണം ഇത്രയും ഈ ഫ്രീക്വൻസി വന്ന് ലൈറ്റ് മിനിമം വന്ന് വീഴുന്ന ലൈറ്റിന് എന്തുമാത്രം ഫ്രീക്വൻസി വേണം? ന്യൂ സീറോ. കൂടിയാൽ കുഴപ്പമില്ല, ഇതിനേക്കാൾ കൂടിയാൽ കുഴപ്പമില്ല, ഇതിനേക്കാൾ കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് ത്രെഷോൾഡ് എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്, മിനിമം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വന്ന് വീഴുന്ന ഈ ഫോട്ടോണ് ആ ഫ്രീക്വൻസി എന്തായിരിക്കണം? ഒന്നെങ്കിൽ ന്യൂ സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂ സീറോനേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എച്ച് ഇൻറ്റു ന്യൂ സീറോ. എന്താണ് ന്യൂ സീറോ? ഈ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി. നമുക്കറിയാം ഫ്രീക്വൻസി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. ആ എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. ഫൈ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ സീറോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്തായി? വർക്ക് ഫംഗ്ഷനായി. ഓക്കെ, ഇനി അടുത്തൊരാളും കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? കൈനറ്റിക് എനർജി. അതെന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരു മെറ്റലുണ്ട്. ഈ മെറ്റലിന് അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, 500 ജൂളാണെന്നിരിക്കട്ടെ. അപ്പോൾ 500 ജൂൾ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തുള്ളൂ? പുറത്തു പോകത്തുള്ളൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, 500 ജൂൾ എനർജിയാണ് ഈ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ മെറ്റലിനകത്ത് ഈ കുറേ ഇലക്ട്രോൺ ഉണ്ടല്ലേ, ഈ ഇലക്ട്രോൺ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ മിനിമം വന്ന് വീഴുന്ന ലൈറ്റ് എന്തുമാത്രം എനർജി വേണം? 500 ജൂളെങ്കിലും എനർജി വേണം അതിനെ പുറത്തു കൊണ്ടുവരാൻ. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി 1000 ജൂളാന്നിരിക്കട്ടെ. പോട്ടെ, 1000 വേണ്ട, 750 ജൂളാന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 750 ജൂളിൽ നിന്നും അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എന്താണ്? ഈ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ആ ഫോട്ടോണിൻ്റെ എനർജി എന്താണ്? 750 ജൂളാണെങ്കിൽ ഈ 750 ജൂളിൽ നിന്നും 500 ജൂൾ എന്തിനു വേണ്ടി എടുക്കും? വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ 500 ജൂൾ എന്തിനു വേണ്ടി എടുത്തു? വർക്ക് ഫംഗ്ഷന് വേണ്ടി എടുത്തു. ബാക്കി എത്രയുണ്ട് അതിനകത്ത് എനർജി? ബാക്കി 250 ജൂളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് പുറത്തു പോകാൻ 500 ജൂൾ എനർജി മതി എന്ന് പറഞ്ഞ് ബാക്കി 250 അടുത്തിരിക്കുന്ന ഇലക്ട്രോണിന് കൊടുക്കത്തില്ല എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ബാക്കിയുള്ള 250 ജൂൾ എനർജി ഉപയോഗിച്ച് ഇവൻ എന്ത് ചെയ്യും? ഓടിപ്പോകും. അപ്പോൾ ബാക്കിയുള്ള എനർജി എന്തിനു വേണ്ടി അവൻ യൂസ് ചെയ്യും? കൈനറ്റിക് എനർജിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മുടെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ പ്രതിഭാസം നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ലൈറ്റ് എങ്ങനെ ആയിരിക്കണം? ലൈറ്റിന് എനർജി കോണ്ടൈസ് ചെയ്തിരിക്കണം. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി. എപ്പോഴാണ് കൂടിയത്? ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ എന്ത് കൂടി? കറണ്ട് കൂടി. എന്താ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോണിൻ്റെ എണ്ണം കൂടും. മനസ്സിലായോ? ഇങ്ങനെ പാക്കറ്റായിട്ടല്ലേ അവിടെ ഇരിക്കുന്ന എനർജി. ഈ പാക്കറ്റായിട്ടിരിക്കുന്ന എനർജിയുടെ എന്ത് കൂടാൻ തുടങ്ങും? പാക്കറ്റിൻ്റെ എണ്ണം കൂടും. എന്ത് കൂടുമ്പോഴാണ്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അവിടെ ഉള്ള പാക്കറ്റിൻ്റെ എണ്ണം കൂടും. ലൈറ്റ് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ പാക്കറ്റിൻ്റെ ആ എനർജി പാക്കറ്റിൻ്റെ എണ്ണം കൂടും. ഒരു ഇലക്ട്രോണിന് ഒരു പാക്കറ്റാണെങ്കിൽ പാക്കറ്റിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും കൂടത്തില്ലേ? അവിടെ നിന്ന് പുറത്തു പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടത്തില്ലേ? സ്വാഭാവികമായിട്ടും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്ത് കൂടുന്നത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോണിൻ്റെ എണ്ണം കൂടും, പാക്കറ്റ് കൂടും. ഇപ്പോൾ 2 പാക്കറ്റാണ് വരുന്നതെങ്കിൽ അടുത്ത ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ 3 പാക്കറ്റ് ആവും. പിന്നെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ 4 പാക്കറ്റ് ആവും. പിന്നെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ 5 പാക്കറ്റ് ആവും. അങ്ങനെ പാക്കറ്റിൻ്റെ എണ്ണം എന്തിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും? ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ പാക്കറ്റിൻ്റെ എണ്ണമാണോ കൂടുന്നത്? ഒരിക്കലുമല്ല. ഫ്രീക്വൻസി കൂടുമ്പോൾ പാക്കറ്റിൻ്റെ സൈസ് വലുതാവും. ഇപ്പോൾ വന്ന് വീഴുന്ന പാക്കറ്റ് 750 ജൂൾ ആണെങ്കിൽ
ഫ്രീക്വൻസി കൂട്ടിയാൽ ഈ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 750 1000 ആവും, 1200 ആവും, 1250 ആവും. എന്നാലും അത് പാക്കറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി മാറിയാൽ എന്ത് മാറും? പാക്കറ്റിൻ്റെ സൈസ് മാറും. ഇൻറ്റൻസിറ്റി കൂടിയാൽ പാക്കറ്റിൻ്റെ എണ്ണവും കൂടും. അപ്പോൾ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ അങ്ങ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ശ്രദ്ധിക്കുക. ആ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എന്താ മക്കളെ? ഇ ആണ്. ആ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എന്താണ്? ഇ ആണ്. ഈ വന്ന് വീഴുന്ന എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് എന്താണ്? ആ ഈ എനർജിയുടെ കുറച്ച് പോർഷൻ, ആ വരുന്ന എനർജിയുടെ കുറച്ച് പോർഷൻ എന്തിനു വേണ്ടി എടുക്കും? വർക്ക് ഫംഗ്ഷന് വേണ്ടി എടുക്കും, ഫൈ. പ്ലസ് ബാക്കിയുള്ള എനർജി എന്തിനു വേണ്ടി എടുക്കും? കൈനറ്റിക് എനർജിക്ക് വേണ്ടി എടുക്കും. മനസ്സിലായോ? ഇനി നമുക്കിനി ഒന്നും കൂടെ മാറ്റാം. എന്താണ് എനർജി? വന്ന് വീഴുന്ന ലൈറ്റ് എനർജി നമുക്കറിയാം h nu ആണ് അല്ലേ? വന്ന് വീഴുന്ന ലൈറ്റ് എനർജി എന്താണ്? h nu ആണ്. ആ ലൈറ്റ് എനർജി എന്താണ് വർക്ക് ഫംഗ്ഷൻ? h × nu0. എന്താ nu0? ത്രെഷോൾഡ് ഫ്രീക്വൻസി. പ്ലസ് കൈനറ്റിക് എനർജി എന്താണ്? ½ mv². കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ h nu0 അങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറയുന്നത് വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി. nu0 എന്ന് പറയുന്നത് എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താണ് ½ mv²? കൈനറ്റിക് എനർജി. അതിനകത്ത് v എന്ന് പറയുന്നത് ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ആയിരിക്കും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത് എന്തുപയോഗിച്ച് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ സഹായം വേണം? നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഐൻസ്റ്റീൻ അതെന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ഹെഡ്സ് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബോറിൻ്റെ ആറ്റം മോഡലിലോട്ട് പോകാം. ഓക്കെ, നമുക്കിനി ബോറിൻ്റെ ആറ്റം മോഡൽ നോക്കാം. ബോറിൻ്റെ ആറ്റം മോഡൽ അത് ക്വാണ്ടൈസേഷൻ്റെ തിയറി വെച്ചാണ് ബോറിൻ്റെ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനകത്ത് നമുക്ക് ഓരോ പോസ്റ്റുലേറ്റായിട്ട് നമുക്ക് നോക്കാം. ബോറിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, അതായത് നമ്മുടെ റുദർഫോർഡിൻ്റെ ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. എന്താണ്? ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങാൻ നേരത്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ വന്ന് എന്ത് ചെയ്യും? വീഴുമായിരുന്നു അല്ലേ? പക്ഷേ ബോർ പറഞ്ഞു ഈ ഇലക്ട്രോൺ കറങ്ങുന്നത്, ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നത് ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെ ആയിരിക്കും. ആ ഫിക്സഡ് ഓർബിറ്റിൻ്റെ എനർജി എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, എനർജി മാറത്തില്ല. ഈ ഫിക്സഡ് ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഈ ഫിക്സഡ് ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? എനർജീനെ സ്വീകരിക്കത്തുമില്ല, എനർജീനെ വിട്ടുകൊടുക്കത്തുമില്ല. മനസ്സിലായോ? അത് എനർജീനെ അബ്സോർബ് ചെയ്യത്തുമില്ല, അതുപോലെ തന്നെ അതിൽ നിന്നും എനർജി എന്ത് ചെയ്യത്തില്ല? എമിറ്റും ചെയ്യത്തില്ല. ആ ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെ ആയിരിക്കും ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഈ ഫിക്സഡ് ഓർബിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഷനറി ഓർബിറ്റ്. അപ്പോൾ ഓർക്കുക, ബോറിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്, ബോറിൻ്റെ ആറ്റം മോഡലിലെ ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു സ്റ്റേഷനറി ഓർബിറ്റിലൂടെയാണ്. ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഓർബിറ്റിൻ്റെ എനർജി എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അല്ലാതെ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? എനർജീനെ എമിറ്റ് ചെയ്യത്തില്ല. പക്ഷേ റുദർഫോർഡിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ഇലക്ട്രോണിന് ഏത് റേഡിയസ് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അത് കറങ്ങുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് മാറിയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബോർ പറഞ്ഞ അങ്ങനെയല്ല, അത് കറങ്ങുന്നത് ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെ ആയിരിക്കും. ആ ഓർബിറ്റിന് ചേഞ്ച് ഉണ്ടാകില്ല, കാരണം ആ ഓർബിറ്റ് എനർജി എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനർജി എന്ത് ചെയ്യത്തില്ല? റേഡിയേറ്റ് ചെയ്ത് ചുമ്മാ പോകത്തില്ല. ഓക്കെ, ബോറിൻ്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ചെയ്തിരിക്കും. അതായത് അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? h/2π ആയിരിക്കും. എന്താണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ, ഇപ്പോൾ ഇതൊരു ആറ്റം, ന്യൂക്ലിയസ്, ഒന്നാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ എന്താണ്? ഓർബിറ്റ് n=2. ഇതെന്താണ്? എൻ്റെ മൂന്നാമത്തെ ഓർബിറ്റ് n= എന്താണ്? 3. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ആളുടെ ആംഗുലാർ മൊമെൻറ്റം L1 എന്ന് വിളിക്കാം. L1 = ബോറിൻ്റെ ഇത് പ്രകാരം, ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ പ്രകാരം ബോർ പറഞ്ഞ എന്താണ്? ഒരു
ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ വെച്ചാൽ ജസ്റ്റ് n എന്ന് വെച്ചാൽ എന്തായിരിക്കും? എൻ്റെ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. എൻ്റെ വാല്യൂ 1 2 3. ഇപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ n എന്തായിരിക്കും? 1 ആയിരിക്കും. രണ്ടാമത്തെ ഓർബിറ്റിലാണെങ്കിൽ n എന്തായിരിക്കും? 2 ആയിരിക്കും. മൂന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ n എന്തായിരിക്കും? 3 ആയിരിക്കും. n ഇൻറ്റു h ബൈ എന്താണ്? 2π. n h ബൈ എന്താണ്? 2π. ഇതാണ് ബോറിൻ്റെ കണ്ടീഷൻ പറയുന്നത്. ഒരു n ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? n h ബൈ എന്താണ്? 2π. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? L1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? n-ന് 1 തുടങ്ങുമ്പോൾ h ബൈ എന്താണ്? 2π. രണ്ടാമത്തെ ഓർബിറ്റിലാണെങ്കിൽ എന്തായിരിക്കും? 2h ബൈ എന്താണ്? 2π. മൂന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ എന്താണ്? 3h ബൈ എന്താണ്? 2π ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കൊന്നും ആംഗുലാർ മൊമെൻറ്റം ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റവും ക്വാണ്ടൈസ്ഡ് ചെയ്തിരിക്കും. ഫിക്സഡ് ആംഗുലാർ മൊമെൻറ്റം മാത്രമേ ഒരു ഇലക്ട്രോണിന് കാണത്തുള്ളൂ. അതാണ് ബോറിൻ്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സ്റ്റേഷനറി ഓർബിറ്റിനെ കുറിച്ച് ആര് പറഞ്ഞു? നമ്മുടെ ബോർ പറഞ്ഞു. ബോറിൻ്റെ ഒന്നാമത്തെ മോഡലിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണ്? ബോർ എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്തു? സ്റ്റേഷനറി ഓർബിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത്തെ എന്താണ്? ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? h ബൈ 2π ആണെന്ന് പറഞ്ഞു. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് നോക്കിയേ. ആ കണ്ടീഷൻ പറയുന്നത് അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു എനർജി, ഇപ്പം ഈ ഓർബിറ്റിൻ്റെ എനർജി എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് എനർജി ലെവലായിരിക്കും. ആ എനർജിക്ക് എന്തില്ല? മാറ്റമില്ല. ഈ ഓർബിറ്റിനോ അതിനേക്കാളും എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷേ എനർജി എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഓർബിറ്റ് എടുത്താലോ അതിനേക്കാളും എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷേ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതായത് ഈ ഓർബിറ്റ് മാറുന്നതനുസരിച്ച്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് എന്തായിരിക്കും പ്രത്യേകത? എനർജി കൂടുതലായിരിക്കും. അതെങ്ങനെയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു തരാം ഞാനത്. ഓക്കെ, അപ്പോൾ ഈ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിന് എപ്പോഴും ഒരു ഫിക്സഡ് എനർജി ലെവൽ കാണും. ഈ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ഒരു ഫിക്സഡ് എനർജി ലെവൽ കാണും. ഈ ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ എന്ത് കാണും? ഒരു ഫിക്സഡ് എനർജി ലെവൽ കാണും. അപ്പോൾ എനർജി ലെവൽ കൂടുന്ന അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ E1, ഇതിൻ്റെ എനർജി E2, ഇതിൻ്റെ എനർജി E3 ആണെങ്കിൽ E1 ഈസ് ലെസ് ദാൻ E2 ഈസ് ലെസ് ദാൻ എന്തായിരിക്കും? E3 ആയിരിക്കും. ഏറ്റവും എനർജി കൂടുതൽ ആർക്കായിരിക്കും? E3ക്കായിരിക്കും എനർജി കൂടുതൽ. അപ്പോൾ E1-ൽ നിന്നും, അതായത് ഒന്നാമത്തെ ഓർബിറ്റിൽ നിന്നും രണ്ടാമത്തെ ഓർബിറ്റിലോട്ട് ഇലക്ട്രോണിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലോവർ എനർജി ലെവലിൽ നിന്നും ഒരു ഹയർ എനർജി ലെവലിലോട്ട് ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എനർജീനെ അബ്സോർവ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. നമ്മൾ ഹീറ്റ് ചെയ്യാൻ നേരത്തെ എന്താ സംഭവിച്ചത്? ഹീറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഒരു എനർജി ലെവലിൽ നിന്നും അടുത്ത ഒരു എനർജി ലെവലിലോട്ട് ചാടിപ്പോയി. അപ്പോൾ ആ ഹീറ്റിനെ എന്ത് ചെയ്തു? അബ്സോർവ് ചെയ്തു. മനസ്സിലായോ? ഓക്കെ, ദെൻ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് ഒരു ഹയർ എനർജി ലെവലിൽ നിന്നും ഒരു ലോവർ എനർജി ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു വസ്തുവിനെ ചൂടാക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? അതിനകത്തുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ആ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ലോവർ എനർജി ലെവലിൽ നിന്നും എങ്ങോട്ട് പോകും? ഒരു ഹയർ എനർജി ലെവലിലോട്ട് പോകും. പക്ഷെ അവിടെ നിൽക്കുമോ? നിൽക്കത്തില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? അത് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൈവരാൻ വേണ്ടി എന്ത് ചെയ്യും? അത് അതിൻ്റെ പഴയ അവസ്ഥയിലോട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരുന്നത്? റേഡിയേഷനെ എമിറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ എനർജി എന്താണ്? E1-ഉം ഈ രണ്ടാമത്തെ ഓർബിറ്റ് എനർജി എന്താണ്? E2 ആണെങ്കിൽ ഇവരുടെ എനർജി തമ്മിലിടക്ക് ഒരു ഗ്യാപ്പില്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിലത്തെ ഓർബിറ്റ് എനർജി 500 ജൂൾ, രണ്ടാമത്തെ ഓർബിറ്റ് എനർജി 750 ജൂൾ, മൂന്നാമത്തെ ഓർബിറ്റ് എനർജി എത്രയാണ്? 1000. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണ്. അപ്പോൾ ഈ 500-ൽ നിന്നും 750-ലോട്ട് ഇവന് പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എനർജീനെ അബ്സോർബ് ചെയ്യണം. എന്തുമാത്രം എനർജി അബ്സോർബ് ചെയ്യണം? 250 ജൂൾ. അതിൽ കൂടുതലില്ല കുറവില്ല. 250 ജൂൾ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? ഒന്നാമത്തെ ആ ഫിക്സഡ് ഓർബിറ്റിൽ നിന്നും രണ്ടാമത്തെ ഫിക്സഡ് ഓർബിറ്റിലോട്ട് പോകത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ 251 ജൂൾ എനർജി അവൻ എന്ത് ചെയ്യത്തില്ല? അബ്സോർബ് ചെയ്തിട്ട് അവൻ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 250 ജൂൾ എന്ത് തന്നെയാണ്? അബ്സോർബ് ചെയ്യണം. ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? അബ്സോർബ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അവൻ അടുത്ത ലെവലിൽ പോയി നിൽക്കും. ഇപ്പോൾ 750 ഇനി തിരിച്ചവൻ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവൻ 250 ജൂൾ എനർജി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് എനർജി ലെവലിനടക്കുള്ള ഗ്യാപ്പിനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് എത്രയായിരുന്നു? 500-ഉം 750 ഗ്യാപ്പ് എത്രയായിരിക്കും? 250. എങ്ങനെ 250 കിട്ടിയത്? 750 മൈനസ് എത്രയാണ്? 500. മനസ്സിലായോ? അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്? നമുക്ക് അതിൻ്റെ ഗ്യാപ്പിനെ ഡെൽറ്റ ഇ എന്ന് വിളിക്കാം. ആ ഗ്യാപ്പിനെ നമുക്ക് ഡെൽറ്റ ഇ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്? E2 മൈനസ് എന്തായിരിക്കും? E1 ആയിരിക്കും. ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവൽ കുറക്കുക. അതിനെയാണ് ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്ന എനർജീനെ അവൻ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ അവൻ ലോയിൽ നിന്നും ഹൈയിലോട്ട് പോകത്തുള്ളൂ.
അല്ലെങ്കിൽ അവൻ ഹൈയിൽ നിന്ന് ലോയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഇ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അതിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് ക്വാണ്ടൈസ്ഡ് കണ്ടീഷനാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഇലക്ട്രോൺ മൈ ടേക്ക് ട്രാൻസ്മിഷൻ ഫ്രം വൺ ഓർബിറ്റ് ടു എ ലോവർ ഓർബിറ്റ്, ദെൻ ദേ എമിറ്റ് ദ എനർജി ഈക്വൽ ടു ദി എനർജി ഗ്യാപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുക എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഒരു ലോവർ എനർജി ലെവലിൽ, അതല്ലെങ്കിൽ ഒരു ഹയർ എനർജി ലെവലിൽ നിന്നും ഒരു ലോവർ എനർജി ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എനർജീനെ എമിറ്റ് ചെയ്യണം, റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. തിരിച്ചാണെങ്കിലോ റേഡിയേഷൻ എന്ത് ചെയ്യണം? അബ്സോർവ് ചെയ്യണം. അതും എന്ത് തന്നെയായിരിക്കും? ആ എനർജി ഗ്യാപ്പിന് തുല്യമായ എനർജി മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? റിലീസ് ചെയ്യത്തുള്ളൂ. കാര്യം മനസ്സിലായോ? ഇനി 1 നിന്ന് 3 പോകണമെന്നുണ്ടെങ്കിലോ നമുക്കറിയാം ഇത് 500, ഇത് എത്രയാണ്? 1000 ആണല്ലേ? 500, 750, പിന്നെ എത്രയാണ്? 1000. എത്ര ജൂൾ എനർജി അബ്സോർവ് ചെയ്യണം? 500 ജൂൾ എനർജി മസ്റ്റായിട്ടും അബ്സോർവ് ചെയ്യണം. അതാണ് ക്വാണ്ടൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ ആ മൂന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാറ്റം, ന്യൂക്ലിയസ്, ഫസ്റ്റ് ഫിക്സഡ് ഓർബിറ്റ്, സ്റ്റേഷനറി ഓർബിറ്റ്, സെക്കൻഡ് സ്റ്റേഷനറി ഓർബിറ്റ്, തേർഡ് സ്റ്റേഷനറി ഓർബിറ്റ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ എനർജി എന്താണ്? ഫസ്റ്റ് ഓർബിറ്റ് എനർജി എന്താണ്? E1. സെക്കൻഡ് ഓർബിറ്റ് എനർജി എന്താണ്? E2. തേർഡ് ഓർബിറ്റ് എനർജി എന്താണ്? E3. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും എനർജി കൂടുതൽ ആർക്കായിരിക്കും? E3, ദെൻ E2, ദെൻ E1. ഏറ്റവും എനർജി കുറവ് ആർക്കായിരിക്കും? E1 ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം, വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റിൽ നിന്നും രണ്ടാമത്തെ ഫിക്സഡ് ഓർബിറ്റിലോട്ട് ചാടി. അപ്പോൾ ഇത് എന്തുമാത്രം നമുക്കറിയാം, ഒരു ലോവറിൽ നിന്നും ഹയറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് റേഡിയേഷനെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. ഇതിനെയാണ് അബ്സോർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ. അപ്പം ഒരു ലോവർ എനർജിയിൽ നിന്നും ഒരു ഹയർ എനർജിയിലോട്ട് ഇലക്ട്രോൺ പോകുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? എക്സൈറ്റേഷൻ. ഇതിന് വേണ്ട എനർജി എന്താണ്? എക്സൈറ്റേഷൻ എനർജി. ആ എക്സൈറ്റേഷൻ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ എനർജി ഗ്യാപ്പ്. എന്താ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്? ഇവിടുത്തെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് വിളിക്കാം നമുക്ക്. ഡെൽറ്റ ഇ സി ഈക്വൽ ടു എന്താണ്? ഹയർ എനർജി ലെവൽ എന്താണ്? E2 അല്ലേ? അപ്പോൾ E2 മൈനസ് എന്താണ്? E1. ഈ ഡെൽറ്റ ഇ എനർജീനെ അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഇലക്ട്രോണിന് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വന്ന് വീഴുന്ന ആ ലൈറ്റിൻ്റെ എനർജി എന്തായിരിക്കണം മക്കളെ? h(nu) എന്ന് പറയുന്ന ഡെൽറ്റ ഇ ആയിരിക്കണം. അപ്പോൾ ഈ ഫ്രീക്വൻസിയിലുള്ള ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് E1 നിന്ന് എങ്ങോട്ട് പോകത്തുള്ളൂ? E2 പോകത്തുള്ളൂ. ഇനി തിരിച്ച്, ഇനി എന്താണ്? എക്സൈറ്റേഷൻ കഴിഞ്ഞ് ഡി എക്സൈറ്റേഷൻ. എന്താണ് ഡി എക്സൈറ്റേഷൻ? ഒരു ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ ഇരിക്കുക, ഇനി ഇവിടെ ഇത് അൺസ്റ്റേബിൾ കണ്ടീഷനിലാണ്. ഇലക്ട്രോൺ ഇരിക്കേണ്ട സ്ഥലം ഇവിടെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. കാരണം എനർജിനെ അബ്സോർബ് ചെയ്തു. ഇനി തിരിച്ച് എന്ത് ചെയ്യാൻ? തിരിച്ച് ഈ എനർജിനെ എന്ത് ചെയ്യും? അവൻ റിലീസ് ചെയ്യും. ആറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അത്. ഈ എനർജീനെ അവൻ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? തിരിച്ച് എവിടെ തന്നെ വന്നിരിക്കും? ഒന്നാമത്തെ ഓർബിറ്റ് വന്നിരിക്കും. ഇങ്ങനെ തിരിച്ച് ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അബ്സോർബ് ചെയ്ത എനർജീനെ എന്ത് ചെയ്യണം? അവൻ റിലീസ് ചെയ്യണം. ആ എനർജി എന്തിന് ഈക്വലായിരിക്കും? h(nu) തന്നെ ഈക്വലായിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്നും അടുത്തൊരു ഓർബിറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഇലക്ട്രോൺ എനർജി എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ലൂസ് ചെയ്യണം. ഈ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? അവിടുത്തെ എനർജി ഗ്യാപ്പ്, അതായത് ആ എനർജിയുടെ ഡിഫറൻസിന് എന്തായിരിക്കും? ഈക്വലായിരിക്കും. ആ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷന് മാത്രം അവൻ എന്ത് ചെയ്യത്തുള്ളൂ? അബ്സോർബ് ചെയ്യത്തുള്ളൂ. അതിനേക്കാൾ കൂടുതലും ചെയ്യത്തില്ല, കുറവും ചെയ്യത്തില്ല. അതാണ് ബോറിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. അതാണ് ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആൻ ഇലക്ട്രോൺ ഗെയിൻ ഓർ ലൂസ് ഓൺലി ദോസ് എനർജി വിച്ച് ആർ ഈക്വൽ ടു ദി ഡിഫറൻസ് ഇൻ 2 എനർജി ലെവൽ. ആ 2 എനർജി ലെവലിൻ്റെ ഡിഫറൻസിലുള്ള എനർജി മാത്രമേ അവൻ അബ്സോർവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ കണ്ട തോന്നിയ എനർജി ഒന്നും അവൻ എന്ത് ചെയ്യത്തില്ല? അബ്സോർവ് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിൻ്റെ എനർജി 11 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇവൻ എന്തുമാത്രം എനർജി അബ്സോർവ് ചെയ്യത്തുള്ളൂ? 11 ഇലക്ട്രോൺ വോൾട്ട് അബ്സോർവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആ ഒരു ഫിക്സഡ് എനർജി മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? അബ്സോർവ് ചെയ്യത്തുള്ളൂ. ആ ഫിക്സഡ് എനർജി മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ? അവൻ റേഡിയേറ്റ് അല്ലെങ്കിൽ എമിറ്റും ചെയ്യത്തുള്ളൂ. കാര്യം മനസ്സിലായോ? ഇതാണ് ബോറിൻ്റെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്.